اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹ് മിന്നാ വ മിൻകും സാലിഹുൽ അഅ്മാൽ. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്ന്, ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് നിന്ന് നിസ്തുലമായൊരു ത്യാഗേതിഹാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ക്ഷമയുടെയും ആദർശ ഗരിമയുടെയും ഒക്കെ പുണ്യങ്ങളും ഓർമ്മകളും ഉയർത്തിക്കൊണ്ട് ബലിപെരുന്നാൾ വീണ്ടും സമാഗതമായിരിക്കുന്നു. ബലിപെരുന്നാളിന് അനുസ്മരിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾ ഓരോ പ്രാരംഭ പ്രാർത്ഥനയിലും വജ്ജഹത്തു വജീഹിയ തുടങ്ങിയ പ്രാരംഭ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ അലി മുഹമ്മദ് ഇബ്രാഹിമി സ്വലാത്തിൽ ഒക്കെ ഓർക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയ ഊർപട്ടണത്തിലാണ് ഭൂജാതനായത്. ബുദ്ധിയുദിച്ച നാൾ തൊട്ട് ചുറ്റുപാടിനെ നിശ്ചിത ദൃഷ്ടിയോടെ വീക്ഷിച്ചു തുടങ്ങിയ അദ്ദേഹം കാലത്തെ വെല്ലുന്നൊരു വിഗ്രഹഭഞ്ജകനായിട്ടാണ് വളർന്നത്. പൗരോഹിത്യം പോറ്റു വളർത്തുന്ന വിശ്വാസമായ അന്ധതയിൽ നഷ്ടമാകുന്നത് മനുഷ്യനാണെന്ന് അദ്ദേഹം കണ്ടു. ആ മനുഷ്യനെ അധമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് എങ്ങനെയെന്ന് ഇബ്രാഹിം മനം നൊന്ന് ചിന്തിച്ചു. പക്ഷേ പ്രവാചകത്വത്തിന്റെ ദിവ്യാനുഗ്രഹം സിദ്ധിച്ച നബിയായ ഇബ്രാഹിമിനെ മനസ്സിലാക്കാൻ സ്വാഭാവികമായും കാലഘട്ടത്തിന് കഴിഞ്ഞില്ല. അത്യന്തം തിക്തമായിരുന്നു ഫലം. സ്വന്തം പിതാവ് ഉൾക്കൊന്ന പൗരോഹിതവും അവരുടെ കുടക്കീഴിൽ വാഴുന്ന അധികാര മേധാവിത്വവും ഒന്നു ചേർന്ന് ഇബ്രാഹിമിനെ അഗ്നികുണ്ഡത്തിലെറിഞ്ഞു. നമുക്കറിയാം ചരിത്രം. ആലോചിച്ചു നോക്കുക. മലകളെപ്പോലെയുള്ള തീ, അതിലേക്ക് കവണയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിയുകയായിരുന്നു അവർ. അത്രയും ചൂട് വെച്ചൊരു 30 ഫയർ എഞ്ചിൻ നിർത്താതെ പ്രവർത്തിച്ചിട്ടും കെടുത്താനാവാത്തൊരു തീ അടുത്ത ദിവസം നമ്മളൊരു ചെറിയ കെട്ടിടത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ കണ്ടതെങ്കിൽ അതിഭയാനകരമായ തീയിൽ അദ്ദേഹത്തെ വലിച്ചെറിയുകയാണ് ആ സമൂഹം ചെയ്തത്. ചരിത്രം നീട്ടിപ്പറയുന്നില്ല. ചുരുക്കത്തിൽ അഗ്നി പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിലും ഇറാഖിൽ നിന്ന് പലായനം ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി. വീടും നാടും വിട്ട് മരുഭൂമികളിലൂടെ പുതിയ സന്ദേശത്തിന്റെ ആവേശവുമായി അദ്ദേഹം സഞ്ചരിച്ചു. ഇതൊരു വശം. മറ്റൊന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് തന്റെ ചിരകാല പ്രാർത്ഥനയുടെ ഫലമായി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ലഭിച്ച മകനായിരുന്നു ഇസ്മായിൽ. ആ സന്താനത്തിന്റെ സാന്നിധ്യം ആ വന്ധ്യവയോധികന് മരുഭൂമിയുടെ പൊള്ളുന്ന ഏകാന്തതയിൽ കുളിർത്തന്നലേകി. പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു. അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ട പ്രിയതമയെയും പ്രിയപുത്രനെയും മക്കയിലാക്കാൻ, ജനവും ജലവുമില്ലാത്ത മക്കയിലാക്കാൻ ദൈവം കൽപ്പിച്ചു. അവരെ മക്കയിലാക്കി തിരിച്ചു പോകുന്ന ഇബ്രാഹിമിനോട് ആ മഹദി ഒന്നേ ചോദിച്ചുള്ളൂ: ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇത്? അതേ എന്ന ഉത്തരത്തിൽ ആ മഹദി തൃപ്തയായി അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരുന്നു. ചുടുകാറ്റ് ഉയർത്തുന്ന അനന്തമായ മണൽപ്പരപ്പ്, അലിവില്ലാതെ മുഖം കറുപ്പിച്ചു നിൽക്കുന്ന സഭാ മറുവ കുന്നുകൾ, ചെകുത്താന്റെ ചൂളം വിളി ഓർമ്മിപ്പിക്കുന്ന കാറ്റിന്റെ സീൽക്കാരം, ദാഹവിവശയായി കൈകാലിട്ടടിച്ച് കരയുന്ന കുഞ്ഞിനെ ഹാജറ ദയനീയമായി നോക്കി. ആ കുഞ്ഞിന്റെ തേങ്ങൽ ശൂന്യതയുടെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഒരു ഉന്മാദിനിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ
ഹാജറ എഴുന്നേറ്റോടി. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ മാതൃഹൃദയത്തിന്റെ വേദന മരുഭൂമിയുടെ മാർവിളർന്നു. ദൈവകാരുണ്യം ഉറവ് പൊട്ടിയൊഴുകി. ഇസ്മായിൽ കൈകാലിട്ടടിച്ച സ്ഥലത്തിനടുത്ത് നിന്ന് കുതിച്ചുയർന്നു നീരുറയെ നോക്കി ശാന്തചിത്തയായ ഹാജറ അടക്കം പറഞ്ഞു സംസം. ആ മന്ത്രം യുഗങ്ങൾക്കിപ്പുറം ഇന്നും കാറ്റിന്റെ ചിറ്റോളങ്ങളിൽ ലോകത്തിന്റെ കാതുകളിൽ വന്നു മുട്ടുന്നു. ഒരു മന്ത്രധ്വനിയാലെന്ന പോലെ ലോകം അങ്ങോട്ട് കുടിക്കാൻ വെമ്പുന്നു. സംസം ജലം വന്നതോടുകൂടി സ്വാർത്ഥവാഹക സംഘങ്ങൾ, കച്ചവട സംഘങ്ങളുടെ ഒട്ടകങ്ങൾ അവിടെ മുട്ടുകുത്തി. തായിഫിൽ നിന്നും കായികനികൾ വിരുന്നു വന്നു. മക്കയിൽ ജനവാസം മെല്ലെ വർദ്ധിക്കുകയായിരുന്നു. ഒരു പുതിയ സംസ്കൃതി ഉടലെടുക്കുകയായിരുന്നു. പക്ഷേ ഇബ്രാഹിമിനെ നഗ്നദൃഷ്ടികൾ കൂടി മനസ്സിലാവണം. അതിനായി അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. ഒരു സ്വപ്നമാനുണ്ടായത്. തന്റെ പ്രിയപുത്രനെ ബലിയെറുക്കാൻ ദൈവം കൽപ്പിച്ചു. ആലോചിച്ചു നോക്കുക, 90-നടുത്ത പ്രായത്തിൽ കേണ് അവസാനം കിട്ടിയ ഒരു മകൻ. ഒരു 10-15 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായാൽ ആ പ്രിയ പുത്രിയെയോ പുത്രനെയോ നമ്മൾ ഇത്ര ഇമ്പത്തോടെ ഒരു അല്പം നേരം കാണാതിരുന്നാൽ നമുക്ക് ഇത്ര വേവലാതിയായിരിക്കും. പക്ഷേ ആദർശധീരനായ അദ്ദേഹം ആദർശ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് മകനിൽ ദർശിച്ചത്. വിവരമറിയിച്ചപ്പോൾ ഇസ്മായിൽ പറഞ്ഞത് ഉടനെ കഴുത്തൻ്റേത് അറുക്കൂ ബാപ്പ എന്നാണ്. എന്നെ ക്ഷമാശീലരോടൊപ്പം നിനക്ക് കാണാം. അങ്ങനെ ഒരു നിമിഷം ഇബ്രാഹിമിലെ പിതാവ് ഞെട്ടിയോ? ഓമയെ മാറത്തടക്ക് പിടിച്ചു തേങ്ങിയോ? അവന്റെ സമ്മതം കിട്ടിയപ്പോൾ പിതാവും പുത്രനും ബലിസ്ഥലത്തിലേക്ക് നടന്നു. ആകാശവും ഭൂമിയും അമ്പരന്നു. ലോകം വീർപ്പടക്കി നിന്നു. പക്ഷേ ആദർശധീരനായ അദ്ദേഹത്തിന് പുത്രബലിക്ക് സന്നദ്ധനായപ്പോൾ ഇബ്രാഹിമിനെ അള്ളാഹു വിളിച്ചു. വാനാദൈനാഹു അയ്യാ ഇബ്രാഹിമ ഖദ് സദ്ദഖ്ത റുയ ഇന്നക ദാലിക നസ്ൽ മുഹ്സിനീൻ. തീർച്ചയായും ഇബ്രാഹിമേ, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, പരീക്ഷണത്തിൽ വിജയിച്ച അദ്ദേഹത്തിന് പുത്രന് ബലി നൽകേണ്ടി വന്നില്ല. പകരം ആകാശം കരിഞ്ഞു, ആടിന് ബലി നൽകി. ഇബ്രാഹിം ദരിദ്രരൂട്ടി. നരബലി, മനുഷ്യന്റെ ബലി ശാശ്വതമായി നിരോധിക്കപ്പെട്ടു. ഇനി മറ്റൊരു വശം, ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ആദ്യ ഭവനം പടുത്തുയർത്തിക്കൊണ്ട് ഇബ്രാഹിം ഇസ്മായിലും പടുത്തുയർത്തിക്കൊണ്ട് ആ മഹത്തായ പ്രവൃത്തിക്ക് ശേഷവും അവർ പ്രാർത്ഥിച്ചു റബ്ബനാ തഖബ്ബൽ മിന്ന. അതിനുശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലോകത്തെ ഇബ്രാഹിം ഉറക്കെ വിളിച്ചു. ദിഗന്ധങ്ങളിൽ മുഴങ്ങിയ ആ വിളി ഓരോ തലമുറയും കേട്ടുകൊണ്ടിരുന്നു. ഉച്ചനീചത്വ ചിന്തയില്ലാതെ, വർഗവർണ്ണ ഭാഷാദേശ വ്യത്യാസമില്ലാതെ ലളിത വേഷധാരികളായി മക്കയിലേക്ക് അവർ പ്രവഹിച്ചു. ഇന്നും ആ പ്രവാഹം തുടരുന്നു. ഈ ചരിത്രമൊന്നും നമുക്കറിയാഞ്ഞിട്ടല്ല, മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ കേൾക്കാഞ്ഞിട്ടല്ല. നമുക്ക് നമ്മിൽ എന്തുണ്ട് ബാക്കി? നമ്മൾ എന്ത് നേടിയിട്ടുണ്ട്? ഇത് ഖാല റബ്ബുഹു അസ്ലം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹുവിനോട് കീഴ്പ്പെടാൻ പറഞ്ഞപ്പോൾ സർവാത്മന കീഴ്പ്പെടുന്നു എന്നാണ് ഇബ്രാഹിം പറഞ്ഞതെങ്കിൽ അവിടെ വീടോ നാടോ സമ്പത്തോ സന്താനമോ ഒന്നും ഇബ്രാഹിമിന് തടസ്സമായില്ല. എന്നാൽ ദൈവകൽപ്പനയ്ക്ക് വിധേയമായി നമ്മൾ ദുനിയാവെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 200 രൂപക്ക് ഒരു ഇസ്ലാമിക വാർഷിക പരിസംഖ്യ ചേരാൻ പറഞ്ഞാൽ എന്തൊക്കെ ഉതിരുകളും ന്യായങ്ങളുമാണ് നമുക്കുള്ളത്. മഹാകവി സർ സയ്യിദ് മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതുപോലെ നമ്രൂദുമാരും അഗ്നികുണ്ടകളും ഉണ്ട്. ഇബ്രാഹിം എവിടെ എന്നാണ് കാലത്തിന് ചോദിക്കാനുള്ളത്. നമ്രൂദുമാര് വെല്ലുന്ന സ്വേച്ഛാധികളൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല. അഗ്നിപരീക്ഷണങ്ങളെ നമുക്ക് അതിജീവിക്കേണ്ടി വന്നിട്ടില്ല. അനുഗ്രഹങ്ങൾ എമ്പാടും നമുക്കുണ്ട് താനും. ദൈവമാർഗത്തിൽ ഒരിറ്റു പോലും വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടില്ലാത്ത നാം എന്നിട്ട് നമുക്ക് സ്വസ്ഥതയുണ്ടോ? എന്നും വസ്തുതകൾ ദുനിയാവിന്റെ പുലിമയിൽ ഇങ്ങനെ പിറകെ പായുകയാണ് നമ്മൾ. പോരാ, ഈ പ്രത്യേക സന്ദർഭത്തിൽ ആദർശത്തിന്റെ വിശുദ്ധിയിൽ, കർമ്മശേഷിയുടെ അൾത്താരയിൽ, ആദർശത്തിന്റെ പ്രോജ്വല പാന്താവിൽ നമുക്ക് അണിനിരക്കേണ്ടതുണ്ട്. ഇതൊന്നും ഓർക്കാതെ ബിരിയാണി വെക്കലല്ല പെരുന്നാള്, വിരുന്ന് നടത്തലല്ല പെരുന്നാള്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കതീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ബഹുമാന്യരെ, ഈ ഭൂമിവാസം സന്തോഷവും സന്താപവും നടന്നതാണ്, അത് ചേർന്നതാണ്. ഇപ്പോൾ മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നത് പോലെ ജീവിതത്തിന്റെയും അവസ്ഥ അതാണ്. എന്നാൽ ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇടക്കൊന്ന് ആഘോഷിക്കാനുള്ള ത്വര
മനുഷ്യപ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ്. ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജന്മദിനങ്ങൾ, വർഷാരംഭം, വിളവെടുപ്പ്, രാഷ്ട്രപ്പിറവി ദിനങ്ങൾ, കച്ചവട സംഘങ്ങളുടെ തിരിച്ചുവരവ്, ചാകര, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. ഈ ആഘോഷിക്കാനുള്ള മനുഷ്യന്റെ ത്വര മനസ്സിലാക്കിയ റബ്ബ് രണ്ടാഘോഷങ്ങൾ നമുക്കുമായി സംവിധാനിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ കാലദേശ വംശ സങ്കുചിതങ്ങൾക്ക് അതീതമാണ്. പാവപ്പെട്ടവനും പണക്കാരനുമൊക്കെ ഏത് കാലവും ഏത് രാജ്യത്തുമൊക്കെ ആഘോഷിക്കാവുന്ന ഈദുകളാണ് നമുക്കുള്ളത്. എന്നാൽ ഇതിനൊരു അർഹതയുടെ വശമുണ്ട്. പരീക്ഷയ്ക്ക് നന്നായി എഴുതി പരീക്ഷ എഴുതിയവനാണ് റിസൾട്ട് അറിയുന്ന സന്തോഷത്തിൻ്റെതാവുക. ഒരു മാസം റമദാൻ നോമ്പ് നോറ്റവനാണ്, റമദാൻ അനുഷ്ഠിച്ചവനാണ് ഈദുൽ ഫിത്തർ സന്തോഷത്തിൻ്റെതാവുക. ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾ 9 ദിവസങ്ങൾ നന്നായി അമലു സാലിഹാത്ത് ചെയ്തവനാണ് ഈദുൽ അദ്ഹ ശരിയായി ആസ്വദിക്കാനാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഘോഷങ്ങളും ഒറ്റയ്ക്ക് ശരിയാവുകയില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ചിരിക്കുന്നതിനെ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു സന്തോഷം ഉണ്ടാവുമ്പോൾ അത് പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ആ സന്തോഷം കൂടുകയാണ് ചെയ്യുക. നമുക്കൊരു ദുഃഖം ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ അടുത്തവരോട് പറയുമ്പോൾ ആ ദുഃഖം കുറയുകയാണ് ചെയ്യുക. പങ്കുവെക്കുമ്പോൾ കൂടുന്ന സുഖവും പങ്കുവെക്കുമ്പോൾ കുറയുന്ന ദുഃഖവും മനുഷ്യപ്രകൃതിയാണ്. നമ്മൾ ഒറ്റക്കല്ല ആഘോഷിക്കുന്നത്. ഈദുൽ ഫിത്തറിൽ സക്കാത്തുൽ ഫിത്തർ പാവങ്ങൾ കൂടി ഭക്ഷണം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതെങ്കിൽ ഈദുൽ അദ്ഹ മഹത്തായ ഒരു പുണ്യകർമ്മ ഉദ്ഹിയത്ത് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെ സംഘബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ ഉൾക്കൊണ്ടതാണ് ഇസ്ലാമിലെ ഈദ്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പെരുന്നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുണ്യമാക്കിയ കർമ്മങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, വരുന്നതും പോകുന്നതും കഴിയുന്നെങ്കിൽ വ്യത്യസ്ത വഴികളിലൂടെയാവണം, കൂടുതൽ പേരെ കാണണം, ഖുതുബയും നമസ്കാരവും ഒക്കെ പറ്റുമെങ്കിൽ തുറന്ന മൈതാനത്താവണം, ആർത്തവമുള്ള സ്ത്രീകൾക്ക് പോലും പങ്കെടുക്കാം. ഇങ്ങനെ ചുരുക്കത്തിൽ ചുറ്റുപാടുകളിലേക്ക് പ്രസരിക്കേണ്ട ഒരു സുഗന്ധം, ഒരു സന്ദേശം ഇതിനുണ്ട് എന്നും മറകളും മതിലുകളും ഇല്ലാത്ത ഈ സമൂഹത്തിലേക്ക് പ്രസരിക്കേണ്ട ഒരു സന്ദേശമാണ് ഇതിനുള്ളത്. നമുക്ക് ജീവിതത്തിന്റെ ഗതിവേഗം കൂടിയപ്പോൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഫോണ് നമ്മൾക്ക് ഉപകാരത്തിനും എളുപ്പത്തിനുമുള്ളതാണ്. ഉപകാരത്തിനും എളുപ്പത്തിനും സൗകര്യത്തിനുമുള്ള ഉപകരണമെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളൊരു ട്രാഫിക് ജാമിലെ പോലെ ഉയർത്തുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒരു ഫോൺ ഉണ്ടായപ്പോൾ ചെന്ന് സന്ദർശനങ്ങൾ ഇല്ലാതെയായി. ഇങ്ങനെ എന്നിട്ട് നമ്മൾ പഴമയിലേക്കാണ് ആലോചിക്കുന്നത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നുമെന്നാണ് അവാർഡ് പാട്ടിൽ പോലും നമുക്ക് കേൾക്കാനുള്ളത്. ഒരു കാലത്ത് ടീനേജേഴ്സ് തുള്ളിക്കളിച്ചിരുന്ന ലജ്ജാവതി എന്ന പാട്ടിന്റെ ഒരു വരി കുന്നോളം മാമ്പഴം അണ്ണാറക്കണ്ണനുമായി പങ്കിട്ട് നടന്ന കാലുകളും വെച്ച് നടന്ന ഒരു പഴയ കാലത്തെ കുറിച്ചാണ് മനുഷ്യൻ ആലോചിക്കുന്നത്. പഴമയിലേക്ക്, ആ സ്വസ്ഥതയിലേക്ക് തിരിച്ചു പോകാനാണ് മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പെരുന്നാളിന് ഓർക്കുക, പെരുന്നാളിന് ഹറാമുകളൊന്നും പെരുന്നാളിൽ ഹലാലാവുന്നില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശമുണ്ട്. 2 പെൺകുട്ടികൾ അന്നത്തെ ഒരു സംഗീതോപകരണമായ ദപ്പുമുട്ടി പാടിയപ്പോൾ അബൂബക്കർ അതിനെ വിലക്കാൻ തുനിഞ്ഞപ്പോൾ ലെറ്റ് ദം പ്ലേ, അവർ കളിച്ചോട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അനുവദിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായ മതവിധികൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് ആയിഷയോടൊപ്പം ഓടിക്കളിച്ചും കാര്യാഭ്യാസികളുടെ കായികാഭ്യാസം കാണിച്ചു കൊടുത്തും പേരക്കുട്ടികളോടൊപ്പം ആന കളിച്ചുമൊക്കെ ഒരു മാതൃക ഇവിടെ സൃഷ്ടിച്ചത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിന്റെ മധുരം അയൽവാസിയായ ആ മുസ്ലിമിന്റെ നാവിലും എത്തേണ്ടതുണ്ട്. നമ്മളുടെ ഉദയത്തിന്റെ മാസം സഹോദര സമുദായങ്ങളിൽ കൂടി എത്തേണ്ടതുണ്ട്. ഈ ആഘോഷാവസരങ്ങളിൽ നമ്മൾ മുഴക്കുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ്. എന്താ അല്ലാഹു അക്ബർ? ഒരു കുന്നിന്റെ മുകളിലെത്തിയാൽ അല്ലാഹു അക്ബർ, ഉയരത്തിലെത്തിയാൽ അല്ലാഹു അക്ബർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. IAS പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷകൾ പാസ്സായാൽ അല്ലാഹു അക്ബർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അല്ലാഹു അക്ബർ തന്നെയാണ് ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഉൾക്കൊണ്ടത്. ഇത് വിചാരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പരിധി വിടാൻ സാധിക്കും? അതുപോലെ പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമസ്കാരത്തിൽ പുണ്യമാക്കിയ സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖമർ, സൂറത്തുൽ അഅ്ല, സൂറത്തുൽ ആശിയ പോലെയുള്ള ആ സൂറത്തുകളുടെ ആശയങ്ങളിലേക്കൊന്ന് നോക്കുക. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും
നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. ഭൂമിയും ആകാശവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പറയുന്നുണ്ട്. മരണവും മരണാനന്തര ജീവിതവും ഒക്കെ കടന്നു വരുന്നുണ്ട്. മരിച്ചു മണ്ണായിട്ടും എങ്ങനെ എന്നതിനോട് നിർജീവമായ ഭൂമി അള്ളാഹു സജീവമാക്കിയില്ലേ എന്ന് ചോദിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാ അടക്കാനക്കങ്ങളും അള്ളാഹു രേഖപ്പെടുത്തും എന്ന മുന്നറിയിപ്പുണ്ട്. താഹീദുകളാണ് അവഗണിച്ച സമൂഹത്തോട് പൂർവ്വ സമുദായങ്ങളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശിക്ഷ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സവിശേഷമായ ഒരു ചോദ്യമുണ്ട്. സൂറത്തുൽ ഖമറിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെയും ഹൂദ് സ്വാലിഹ് ലൂത്ത് അലൈഹി ഇസ്ലാമയുടെയും ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നറിയിപ്പുകളും ശിക്ഷയും എങ്ങനെയുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന ഒരു വിശ്വാസി എങ്ങനെ പരിധിവിടും? നമ്മളെല്ലാം മിക്കവാറുമെല്ലാം കച്ചവടക്കാരാണ്. നെരിക്കുനിയിൽ നിന്നും കോഴിക്കോടിൽ നിന്നുമൊക്കെ കച്ചവടം കഴിഞ്ഞു വന്ന നമ്മളെ ഈദിന്റെ തലേന്ന് രാത്രി വഴിക്കണ്ണങ്ങളുമായി കുട്ടികൾ കാത്തുനിന്നിരുന്നു. പുത്തനുടുപ്പുകളും പലഹാരങ്ങളും വാങ്ങി വരുന്ന അവരെ നമ്മളെ കാത്തിരുന്നു. എന്നാൽ ഇങ്ങനെ കാത്തിരിക്കാൻ ഒരു ഉപ്പയില്ലാത്ത അനാഥരെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. മക്കളില്ലാത്ത ദമ്പതിമാരുടെ വേദന നമ്മൾക്ക് വിഷയമാവേണ്ടതുണ്ട്. ഈദിന് പോലും ഒരു ഉപ്പയുടെ കൈപിടിച്ച് ഈദ്ഗാഹിലേക്കൊന്നു പോകാൻ വിധിയില്ലാത്ത പ്രവാസത്ത് പെരുഞ്ചൂടിൽ പണിയെടുക്കുന്ന പ്രവാസികളുടെ നെഞ്ചിരിപ്പ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ വന്ന അതിഥി തൊഴിലാളികളുടെ കാര്യങ്ങൾ നമ്മളെ വിഷയമാവേണ്ടതുണ്ട്. അവരെ ഭക്ഷണത്തിലും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഇതുപോലെയുള്ള സുദിനത്തിൽ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ, ഒരു ഉത്ബോധനം അവർക്ക് നൽകാൻ, ഖുർആൻ പരിഭാഷയൊക്കെ അവരുടെ നാട്ടിൽ വാങ്ങി വെക്കാനും ഇവിടെയുള്ള നവോത്ഥാനത്തിന്റെ സന്ദേശങ്ങളൊക്കെ അവിടെ എത്തിക്കാനും ഒക്കെ അവിടെയുള്ളത് എന്തെങ്കിലും ഇങ്ങോട്ട് വരുത്താനും ഒക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. മഹലിന് നേതൃത്വം കൊടുക്കാവുന്നതാണ്. ആഘോഷത്തിന്റെ മറ്റൊരു പ്രത്യേകത ആഘോഷം അവസാനിക്കാനുള്ളതാണ് എന്നാണ്. രാജാവ് എല്ലാ സമയത്തും സന്തോഷത്തിലും സന്താപത്തിലും ഉപകാരപ്പെടാനുള്ള ഒരു സന്ദേശത്തിനായി പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. ഒരു വലിയ ഗ്രന്ഥം അവർ എഴുതി. പോരാ, ചുരുക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി 4 പേജാക്കി. എന്നിട്ടും രാജാവ് പറഞ്ഞു, എന്റെ മോതിരത്തിനുള്ളിൽ എപ്പോഴും എനിക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന വിധത്തിൽ ഒറ്റ വാചകമായി എഴുതി തരണം. ഒരു പണ്ഡിതൻ അത് എഴുതി കൊടുത്തു. കാലം കുറെ കഴിഞ്ഞു. രാജാവ് കാട്ടിലെത്തി, വഴിതെറ്റി. അങ്ങനെ വിഷണ്ണനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഓർമ്മ വന്ന് മോതിരം തുറന്നു നോക്കിയപ്പോൾ ഒരൊറ്റ വാചകമാണ് ഉള്ളത്, ഇറ്റ് വിൽ ടു പാസ്. ഇതും കടന്നു പോകും. ഈ പ്രതിസന്ധി കടന്നു പോകുമെന്ന ആത്മവിശ്വാസം ഉൾക്കൊണ്ട രാജാവ് വഴി കണ്ടെത്തി നാട്ടിലെത്തി. നാട്ടുകാർക്ക് വലിയ സന്തോഷമായി, ആഘോഷമായി. അങ്ങനെ അവർ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ വേദിയിൽ എങ്ങനെ ഇരിക്കുമ്പോ രാജാവ് ഈ പണ്ഡിതനോട് ചോദിച്ചു, അല്ല, ഇപ്പൊ എന്താണ് അതിന് പ്രസക്തി എന്ന്. പണ്ഡിതൻ പറഞ്ഞു, ഇപ്പോഴൊന്ന് തുറന്നു നോക്കി, ഇറ്റ് വിൽ ടു പാസ്, ആഘോഷവും കഴിഞ്ഞു പോകാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉപ്പക്കും ഉമ്മക്കും 10 പെൺകുട്ടികൾ, അവരൊക്കെ വിവാഹിതരാണ്. അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ സസുവും പഴകൻ 5ഉം 6ഉം ഒക്കെ മക്കളുണ്ട്. ഒരു ദിവസം, ഒരു പെരുന്നാളിന്റെ, ഒരു ഓണത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തുമസിന്റെ ഒരു ദിവസം അവരെല്ലാം തറവാട്ട് വീട്ടിലെത്തി. പലതരം കളികളാണ്. പണ്ടത്തെ കാലമാണ്, മൊബൈലില്ല. ഉമ്മയുമായി കളിക്കുന്നു. ബസ് കണ്ടക്ടറും ഡ്രൈവറുമായി കളിക്കുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയുമായി കളിക്കുന്നു. കള്ളനും പോലീസുമായി കളിക്കുന്നു. അങ്ങനെ പലതരം കളികളിൽ ഏറെ നേരം അവർ മുഴുകി. അവസാനം അടുക്കളയിൽ നിന്നും വല്യമ്മയുടെ വിളിയെത്തി, മക്കളെ വരീം. ആ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ ഓടി അടുക്കളയിലെത്തി. എനിക്ക് പുള്ളിയുള്ള പ്ലേറ്റ് കിട്ടണം, എനിക്ക് പൂക്കളുള്ള ഗ്ലാസ് കിട്ടണം, എനിക്ക് പുള്ളിയെ പത്തിരി കിട്ടണം എന്ന് ഓരോരുത്തരും അവിടെയും മത്സരത്തിലാണ്. അതുവരെ ഉമ്മയായി കളിച്ചൊരു കുട്ടിക്ക് മക്കളായി കളിച്ചൊരു വിദ്യാർത്ഥി മാറിക്കൊടുക്കുന്നില്ല. അധ്യാപകനായി കളിച്ച ഒരാൾക്ക് വേണ്ടി പഠിതാവായ ഒരു വിദ്യാർത്ഥി മാറിക്കൊടുക്കുന്ന. എല്ലാവർക്കും ഒന്നാമതെത്തണം. ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ നഖചിത്രമാണ്. നമ്മൾ ഡോക്ടർമാരായി കളിക്കുന്നു, എഞ്ചിനീയർമാരായി കളിക്കുന്നു, കച്ചവടക്കാരായി കളിക്കുന്നു, കൃഷിക്കാരായി കളിക്കുന്നു, വിത്തൊഴിലെടുത്തുകൊണ്ട് കളിക്കുന്നു. എപ്പോഴാണോ റബ്ബിന്റെ വിളി വരുന്നത്, ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പോവേണ്ടതുണ്ട്. അന്ന് അന്ന് ആര് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടുവോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, അവരാണ് വിജയിച്ചവർ എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്കറിയാം 1948 UDHR എന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നത് UN പാസാക്കിയത്. എന്നാൽ 1450 വർഷങ്ങൾക്ക് മുമ്പ് മെനഞ്ഞാന്നത്തെ പോലെ അറഫയിൽ ഒരു ഒത്തുകൂടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലത്തേക്കും മനുഷ്യന് ഉപയുക്തമായ ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നടത്തിയത്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, ഈ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ, ഈ നാട് പവിത്രമായതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി മറ്റൊരിക്കൽ നിങ്ങൾ അഭിമുഖീകരിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരുപാട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തി. നിങ്ങളുടെ രക്തവും അഭിമാനവും പരസ്പരം പവിത്രമാണെന്ന് ഉണർത്തി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്ര പേരുടെ അഭിമാനമാണ് പിച്ചിച്ചെത്തപ്പെടുന്നത്. വിശ്വാസികളായ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൊബൈലിലെ ഡാറ്റകളും മൊബൈലിലെ ഫോർവേഡുകളും ഡാറ്റകളും ജീവികളും ഒക്കെ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു രംഗം വരാനുണ്ട്. കുടിപ്പകൾ നിങ്ങൾക്ക് ഇല്ലാതാക്കിയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. മെനഞ്ഞാന്ന പത്രത്തിലാണ് വായിക്കാൻ കഴിഞ്ഞത്. 4ാം ക്ലാസ്സിലുണ്ടായ ഒരു അടിപിടിക്ക് 62ാം വയസ്സിൽ കാസർഗോഡുള്ള ഒരാൾ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഈ കുടിപ്പകകൾ വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതുണ്ട്. പലിശയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചു. ആധുനിക ലോകത്തിന്റെ പ്രശ്നത്തിന്റെ അടിവേര് പരിധിയാൽ പലിശ 1ാം പ്രതിസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു കാലം വരും അവിടെ നിങ്ങൾക്ക് പലിശയുടെ പുകയെങ്കിലും വിൽക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒരാൾക്ക് തന്നെ ഒന്നിലധികം അക്കൗണ്ടുകളാണ്. കുടുംബശ്രീയുടെ പേരിൽ, തൊഴിലുറപ്പിന്റെ പേരിൽ, ഗ്യാസിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിലൊക്കെ വ്യത്യസ്ത അക്കൗണ്ടുകൾ, ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി, പലിശയിൽ നിന്ന് മുക്തമാവേണ്ടി. ഇന്നിപ്പോ ഞാൻ വരുമ്പോ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ടത്. 5 നേരം പള്ളിയിലുള്ള ഒരാള് ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ്. ഇന്ന് സുബൈക്ക് മസ്ജിദ് തുറക്കുന്നതോടൊപ്പം ലോട്ടറി ടിക്കറ്റ് ബർക്കത്തിന്റെ കേന്ദ്രങ്ങളിലൊക്കെ തുറക്കുമല്ലോ, അവിടുന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതാണ് കാണുന്നത്. പലിശയിൽ നിന്ന് നമ്മൾ മുക്തമാവേണ്ടതുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഇസ്ലാം അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് പ്രഖ്യാപിച്ചത്. അറബിയേക്കാൾ ഒരു പ്രത്യേകതയുള്ള കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം ആവട്ടെ മണ്ണിൽ നിന്നും, എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. തൊലിവെളുപ്പിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ നിന്നും ഒരു ഉച്ചനീചത്വവുമില്ല എന്ന് പഠിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പാണ് സൈബീരിയയിൽ നിന്ന് വന്ന ഏതാനും അത്ലറ്റുകൾ അവരുടെ നിറത്തിന്റെ പേരിൽ ഈ കൊച്ചു കേരളത്തിൽ ഉച്ചനീചത്വം അനുഭവിക്കേണ്ടി വന്നത്. കുറച്ചു മുമ്പാണ്, അധികമായിട്ടില്ലല്ലോ, ഒരു IAS ഉദ്യോഗസ്ഥ താൻ വലിയ ബ്യൂറോക്രാറ്റായിട്ടും ഈ ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നതിന്റെ പേരിൽ നമ്മൾ വാർത്ത കേട്ടു. ഞാൻ പുലയനോ പറയനോ അല്ല, നിങ്ങൾ തമ്പുരാനോ അല്ല എന്ന് വേടന് പാടേണ്ടി വന്നത് ഈ ഉച്ചനീചത്വത്തിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഈ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഒരു ജൂതൻ ഉമറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉമറെ, വിശ്വാസികളുടെ നേതാവേ, നിങ്ങൾക്കൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ആയത്തിന്റെ പേര് ഞങ്ങൾക്കെങ്ങാനുമായിരുന്നു ആ ആയത്ത് ഇറങ്ങിയതെങ്കിൽ ഞങ്ങളത് ആഘോഷ ആക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഏതാരാണ് ആയത്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ ആയത്താണ് ജൂതൻ പറഞ്ഞു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എപ്പോഴാണ്? ഇതുപോലെ ഒരു വെള്ളിയാഴ്ച അറഫയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഓതി തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പെരുന്നാളിന്റെ, ഹജ്ജിന്റെ ഒക്കെ ഒരു വലിയ സന്ദേശം തൗഹീദിന്റേതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിലായാലും നമ്മൾ മുഴക്കുന്ന തക്ബീറുകളായാലും മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള രണ്ട് റക്അത്ത് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളിലായാലും ഒക്കെ ഈ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ തൗഹീദുൽ ഘോഷിക്കുന്ന ലക്ഷങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ലക്ഷങ്ങൾ ഹജ്ജിൽ പങ്കെടുക്കുന്ന ആ നാട്ടിൽ ഒരു ഭണ്ഡാരക്കുറ്റി, ഒരു നേർച്ചക്കുറ്റി ഒന്നുമില്ലല്ലോ. ഒരാൾ ഒരു റിയാൽ വെച്ചിടുകയാണെങ്കിൽ 17 ലക്ഷം റിയാൽ ഉണ്ടാകുമായിരുന്നു.
ഒന്നുമില്ല. അള്ളാഹും നമ്മളും തമ്മിലാണ് ബന്ധം. ഷെയ്ഖ് സാലിഹ് ഹുമൈദ് മിനിഞ്ഞാന്ന് അറഫയിൽ പറഞ്ഞ പ്രസംഗത്തിൽ ഇഹപര ലോകത്ത് വിജയത്തിന് വേണ്ടി ഈ തെക്കുവ ഉൾക്കൊള്ളാനാണ് പറഞ്ഞത്. ആദർശത്തിന്റെ 3 തൂണുകളെ കുറിച്ച്, ഇഹ്സാനെ കുറിച്ച്, ഈമാനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഐക്യത്തോടെ വിട്ടുവീഴ്ചയോടെ നിൽക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ചു. ഒരു മഹലിൽ പോലും നമ്മൾ ഒരുമിച്ചറുക്കേണ്ട ബലി, അതുപോലെ സകാത്തുൽ ഫിത്ർ, ഇതുപോലെയുള്ളവർക്കൊക്കെ ഒന്നിച്ചു നിൽക്കാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അവസാനിപ്പിക്കും മുമ്പ് പറയാനുള്ളത്, 2 ദിവസം മുമ്പാണ് നമ്മളുടെ പരിസ്ഥിതി ദിനം കഴിഞ്ഞു പോയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതായിരുന്നു ആ സന്ദേശം. കൊച്ചു കേരളത്തിൽ പോലും ഒരുപാട് ടൺ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ ദിനേന വരുന്നുണ്ട്. എന്ന ആയത്ത് മുഖ്യമന്ത്രി ഓതിയിട്ടില്ല എന്നേ ഉള്ളൂ. കാടും കരയും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കൊണ്ട്, മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് മലീമസമായിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചത്ത ഒരു നീലത്തിമിംഗലത്തിന്റെ ഉള്ളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് കാണാനായിരുന്നു 40 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരുന്നു. മണ്ണിര, ഒച്ചി തുടങ്ങിയവരുടെ ആന്തരാവയങ്ങൾ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കണികകൾ, പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് കാണാനായിരിക്കുന്നു. എന്തിന് പ്ലാസ്റ്റിക്കും പരിസ്ഥിതിയും പെരുന്നാളിന് പറയുന്നതെന്ന് ആലോചിച്ചാൽ ഈ ആയത്ത് തന്നെയാണ് തെളിവ്. എന്ന് ചോദിച്ച സഅദ് ബിൻ അബി വക്കാസിനോട് നിന്റെ അടുത്തുകൂടെ ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ ആ ഉദുവിൽ പോലും നീ ദൂർത്തു പാടില്ല എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കാര്യത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒന്നാമതായി ഓർക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് നമ്മൾ ചായ കുടിച്ചിട്ട് ട്രെയിനിൽ നിന്നോ വലിച്ചെറിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ വിശ്വാസിയാണ്. ഒരു വാഹനത്തിൽ നിന്ന് കവറ് വലിച്ചെറിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഓഴമ്പി പാടിയതുപോലെ പാടിയേണ്ടി വരും. ഇനിയും മനിക്കാത്ത ഭൂമി ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് നമ്മൾ പാടേണ്ടി വരും. പുതിയ പാതകളും മനുഷ്യ മനസ്സുകളും ഒരുപോലെ വിണ്ടുകീറുകയാണ്. ഗസയിൽ 10,000-കണക്കിന് ആളുകൾ, നിരപരാധികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. പച്ചക്ക് വർഗീയതയും പരമത വിദ്വേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പള്ളികളും മദ്രസകളും ഇല്ലീഗൽ എൻക്രോച്ച് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയ പലതും ഉണ്ടായിട്ടും അവരുടെ കണ്ണിൽ പെരുന്നില്ല. പരിസ്ഥിതി ദിനത്തിൽ കാവിക്കൊടി പറപ്പിക്കുന്ന ഒരു ലംബയുടെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർക്കാർ ജുഡീഷ്യറിയും ഇഡിയും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു. ലക്ഷദ്വീപിൽ അറബിയും ബഹലും പഠിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. വെർച്വൽ ബക്രീദ് പോലെ എന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു. നമ്മള് വിശ്വാസികൾ ആദ്യ പോടേണ്ടതില്ല, ഭീരുക്കളാകേണ്ടതില്ല. നമ്രൂദിന്റെ അതികഠിനമായ തീയിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ച അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ചെറു കിളി മതി എന്ന് പറഞ്ഞ് കിളികളെ കൊണ്ട് തുരത്തിയ അള്ളാഹു അതേ പ്രതാപത്തോടെ ഇവിടെയുണ്ട്. നെതന്യാഹുമാർ ട്രംപുള്ളവരും ഡമ്പുള്ളവരും ഒന്നും എല്ലാ കാലത്തും വാഴില്ല. 1000 കൊല്ലം വാഴുമെന്ന് പറഞ്ഞാണ് 1933 ജനുവരി 30 ഹിറ്റ്ലർ നാസികൾ അധികാരത്തിലേറിയത്. 12 വർഷം കഴിഞ്ഞപ്പോൾ 1945 ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്ക് അദ്ദേഹവും ഭാര്യ ഗൗണം വളർത്തുനായയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഉപോസ്ഥലകനായ മറ്റൊരു പ്രമുഖ വ്യക്തി ആത്മഹത്യ ചെയ്തു. ബെർലിൻ നഗരത്തിൽ മാത്രം 1945 മാത്രം 7500 നാസികളുടെ ആത്മഹത്യ നടന്നു എന്നാണ് കണക്ക്. നമ്മൾ ആലോചിക്കേണ്ടത് കോവിഡിന്റെ സമയത്ത് അവസാനിപ്പിക്കുകയാണ്. കോവിഡിന്റെ തുടക്കത്തിൽ ഒരു പഠനമുണ്ടായിരുന്നു. 50 ലക്ഷം ആളുകൾക്ക് ലോകത്ത് കോവിഡ് ബാധിച്ചപ്പോൾ ഒരു പഠനത്തിൽ പറഞ്ഞത് ഒരാൾക്ക് ഇത് ബാധിക്കണമെങ്കിൽ 1ന്റെ പിറകിൽ 15 പൂജ്യം ഇട്ടാൽ എത്രയാണോ സംഖ്യ അത്രയും വൈറസുകൾ ഉണ്ടാവണം ഓരോ മനുഷ്യന് കോവിഡ് ബാധിക്കണമെങ്കിൽ. അങ്ങനെ 50 ലക്ഷം ആളുകൾക്ക് ബാധിച്ച കോവിഡിന്റെ തൂക്കം, ആ അണുക്കളുടെ തൂക്കം ഉണ്ടായിരുന്നു, വൈറസുകളുടെ തൂക്കം എത്രയായിരുന്നു അറിയോ? 2.5 ഗ്രാം. ലോകത്ത് 50 ലക്ഷം ആളുകൾ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു മാത്ര ശ്വാസം ശ്വസിക്കുമ്പോൾ എത്ര അണുക്കളാണ് കഴിയുന്നത്? കരുതലിനും
പ്രതികാരത്തിനും അള്ളാഹുവിന്റെ ഒരേ സംവിധാനങ്ങൾ മതി. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ, മഴ ഒന്ന് തിമർത്തു പെയ്താൽ ഒടുങ്ങാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം ഒരേ സംവിധാനം തന്നെയാണ് അള്ളാഹുവിന് രക്ഷയ്ക്കും ശിക്ഷയ്ക്കുമുള്ളത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു പ്രതിസ്ഥാനത്ത് തന്നെയുണ്ട്. അപ്പോൾ ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി അർഹത നേടണം എന്നുണർത്തുകയാണ്. തൗഹീദ് ഉൾക്കൊണ്ട യഥാർത്ഥ വിശ്വാസികളെയാണ് എല്ലാവരും ശത്രുക്കളെല്ലാം പരതുന്നത്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആയാലും, മയക്കുമരുന്നായാലും, പലിശ രാജാക്കന്മാരായാലും എല്ലാ ആളുകളും ഈ യഥാർത്ഥ ഇതുകൊണ്ടുള്ള വിശ്വാസം ഇവിടെ ഇല്ലാതാവാനാണ് ശ്രമിക്കുന്നത്. മക്കളെ, പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷനിലാണ്, വേൾഡ് ഓഫ് കൺഫ്യൂഷനിലാണ്, വേൾഡ് ഓഫ് ആങ്സൈറ്റിയാണ് നിങ്ങൾ. വ്യതിചലനത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ആശങ്കയുടെ ലോകത്താണ്. ഇതൊരു പുതിയ ലോകത്തിന്റെ ക്രമമാണ്. ഇസ്ലാം അനുവദിച്ചിലേക്ക് നടന്നെടുക്കുക, ഇസ്ലാം വിരോധിച്ചതിൽ നിന്ന് നടന്നകലുക. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. സ്കൂൾ തുറന്നിട്ട് ഏതാനും ദിവസങ്ങളായല്ലോ, 2 ആഴ്ച പാഠപുസ്തകം തുടണ്ട എന്നാണ്. ധാർമ്മിക പഠനം എന്ന് പറഞ്ഞില്ലെങ്കിലും പൊതുധാരണകൾ, വിദ്യാർത്ഥി ഉൾക്കൊള്ളേണ്ട പൊതുധാരണകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ് തഖൂ, ഭക്തരാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. അതാ ആ സൂറത്ത് അവസാനിക്കുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന് നിങ്ങൾ പോരാളികളാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹാജിയാരായിട്ടല്ല, പോരാളിയായിക്കൊണ്ടാണ്, മുജാഹിദായിക്കൊണ്ടാണ് ഹാജിമാര് തിരിച്ചു വരേണ്ടത്, നമ്മൾ ഇവിടെ നിറങ്ങേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മലിക്കുൽ ജബ്ബാറായ നാഥ, അദൃശ്യങ്ങൾ അറിയുന്ന നാഥ, അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ഉദ്യോഗത്തിലും ഞങ്ങളുടെ പഠനത്തിലും ഒക്കെ നീ അഭിവൃദ്ധി തരണേ നാഥ. മസ്ജിദ് റഹ്മയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ നാഥ. ദൈനംദിനമായി ഈ പള്ളിയുടെ പരിപാലനത്തിലും ഇവിടെ നമസ്കാരത്തിലും ഇവിടുത്തെ കാര്യങ്ങളിലും ഒക്കെ എല്ലാം കൊണ്ട് പങ്കെടുക്കുന്ന ആളുകളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ വീടകങ്ങളിൽ നീ അനുഗ്രഹം ചൊരിയണേ നാഥ. അവിടെ സമാധാനം ചൊരിയണേ നാഥ. ലഹരിയുടെ വ്യാപനവും അതിന്റെ കെടുതിയും ഇല്ലാതാക്കണേ നാഥ. പഞ്ചായത്ത്, വില്ലേജ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളുടെ കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഫയലുകൾ, അതുപോലെയുള്ള ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കാലമെടുക്കേണ്ട സംഗതികൾ നീ എളുപ്പം തീർപ്പാക്കി തന്നെ നാഥ. അഴിമതിയും കൈക്കൂലിയും ഒക്കെ നീ ഇല്ലാതാക്കണേ. ഞങ്ങളുടെ മനസ്സുകളിൽ നീ സദാ സംതൃപ്തിയും സമാധാനവും നിറക്കേ നാഥ. ആരോടും പങ്കുവെക്കാനാവാത്ത ഒരുപാട് ആശങ്കകളും വേവലാതികളും ഞങ്ങൾക്കുണ്ട്. നീ കണ്ടറിയുന്നവനാണ് നാഥ. ഞങ്ങളുടെ അതൊക്കെ നിവർത്തിച്ചു തരണേ. ഞങ്ങളുടെ കടങ്ങളെയും സങ്കടങ്ങളെയും നീ കണ്ടറിയണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ അള്ളാഹുവേ ഞങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഞങ്ങൾ ഒരുപാട് രോഗികളുണ്ട്, ഇവിടെ വരാൻ ആശിച്ചിട്ട് പോലും ആവാത്തവരുണ്ട്. അവർക്കൊക്കെ നീ രോഗം ശമനമാക്കി കൊടുക്കണമേ. ഹാജിമാർക്ക് നല്ലതായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മിലേക്ക് വരാനുള്ള അനുഗ്രഹം നീ ഏകണേ നാഥ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ദുരിതം പേറുന്നവരുടെ ദുരിതം ഇല്ലാതാക്കാൻ വേണ്ടി, ഉത്തമ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളിൽ നമസ്കാരം നിലനിർത്താൻ വേണ്ടി, സാലിഹാവാൻ വേണ്ടിയൊക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മുസ്ലിമായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ധന്യരാക്കണേ. അല്ലാഹുമ്മ ഖുൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്